ഹലോ അമ്മ. നീ നാളെ എപ്പോൾ എത്തുമായിരിക്കും? ഞാൻ രാവിലെ എത്തും. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ലീവ് ഉണ്ടോ? എനിക്ക് 2 ആഴ്ച. എന്നാൽ ശരിട്ടാ, നാളെ കാണാം. ശരി അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ട്ടാ. ശ്രുതിയല്ലേ? ശ്രുതിയല്ലേ? അതെ. ആരാ മനസ്സിലായില്ല? ഞാൻ ശേഖർദാസ്. ഇൻസ്റ്റയിൽ മെസ്സേജ് ഞാൻ ബ്ലോക്ക് ചെയ്ത ശേഖർദാസ് ആണോ? അതെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടനോട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞല്ലേ എനിക്ക് താല്പര്യം ഇല്ലെന്നുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്യണോ? ചേട്ടൻ വെയിറ്റ് ഒന്നും ചെയ്യണ്ട. താൻ എന്നെ സ്റ്റോക്ക് ചെയ്യല്ലേ പ്ലീസ്. സോറി. ഓക്കെ ചേട്ടാ, താങ്ക് യു. പപ്പ നീ എന്താ ഈ വണ്ടിയില്? ബസ് കിട്ടണ്ടേ? നിന്റെ കാർ എന്ത് ചെയ്യും? കാർ വർക്ക്ഷോപ്പില്. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ? അപ്പൊ ഒത്തുതരായി വന്നിട്ട് ഏയ് പോന്നുള്ളൂ. കേറിക്കോ. കേറട്ടെ? പോവാം. പോവാം. ഫ്രണ്ട്സൊക്കെ എന്ത് പറയണു? സുഖമായിട്ടിരിക്കുന്നു പപ്പ. നീ ഓക്കെ അല്ലേ? ദേ പപ്പ, ഒന്നും അറിയാതെ പോലെ സംസാരിക്കല്ലേ. നിനക്കേ വീട്ടിലെന്തോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. സോപ്പിടാനുള്ള പരിപാടിയാ. ദേ പപ്പ, ആ താളത്തിനാണ് തുള്ളിയുണ്ടല്ലോ, ഒറ്റ കുഴി ഞാൻ താഴെ ഇടും. ചുമ്മാ നീ ഇപ്പൊ വീണേനെ. എനിക്കുള്ള പണിയായിട്ട് നിൽക്കുമായിരിക്കും. എത്തിയില്ലോ. ആരാ ഇത്? ക്ഷീണിച്ചു പോയോ കൊച്ചേ നീ? ഓ ഞാനോ? പോവാമ്മ. നല്ല ക്ഷീണിച്ചിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്ന മുഖം? കരു കഴിച്ചോ? കുറച്ചൊക്കെ. എന്തുകൊണ്ടമ്മ കഴിക്കാൻ വിശക്കും? നീ വാ. ഭാഗ്യം, പേനൊന്നുമില്ല. എടി, നിന്റെ കൂടെ പഠിച്ച അഞ്ജലി ഇല്ലേ? ഏതഞ്ജലി? എടി, ആ അമ്പിയുടെ മോൾ അഞ്ജലി. അവളുടെ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. അത് പറയാനല്ലേ വന്നേ? എടി, ചെക്കൻ ഡോക്ടറാന്നാ കേട്ടത്. എന്റെ പൊന്നമ്മയോ നിർത്താവോ? ഇതാ ഞാൻ ഇങ്ങോട്ട് വരാത്തെ. എന്തോ അടി ഇത്? ലോകത്തൊക്കെ നടക്കാത്ത കാര്യമല്ലാണോ? നീ ഇവിടെ നിന്നോ കെട്ടാതെ. ഞാൻ കെട്ടുന്നില്ല. എന്ത് പറഞ്ഞാലും ചെയ്യ്. നീ കെട്ടിയില്ലെങ്കിൽ നിന്നെ നിന്റെ അപ്പം നോക്കും. ദേവപ്പ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നീ എവിടെ ഇരി. എന്റെ മോക്ക് പ്രണയം വല്ലതും ഉണ്ടോ? ജാതി മതമൊന്നും ഞങ്ങക്ക് പ്രശ്നമല്ല. ഇല്ല പപ്പ, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. എനിക്കിനിയും കരിയറിൽ ഉയരണം, ഒത്തിരി സമ്പാദിക്കണം, നിങ്ങളെ ഒത്തിരി സ്ഥലങ്ങൾ കാണിക്കണം. ഞങ്ങളെ സ്ഥലങ്ങൾ കാണിക്കണമെന്നും അല്ല പ്രധാനം മോളെ. നിനക്കിപ്പോൾ 25 വയസ്സായി. കല്യാണക്കാരിയൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും ആരും പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല. അതൊക്കെ അങ്ങ് നടന്നു പോണതാ. അതൊക്കെ ഒരു യോഗ മോളെ. നീ മംഗല്യോഗം എന്ന് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ആലോചന വന്നിരുന്നു. പപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമായി. ഓ, അപ്പൊ എല്ലാം പ്ലാൻഡ് ആയിരുന്നല്ലേ? എന്നിട്ട് അപ്പ അവരോട് എന്ത് പറഞ്ഞു? പിള്ളേര് നേരിട്ട് കണ്ടിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ നിങ്ങൾ മീറ്റ് ചെയ്യും. ഞാൻ നിന്റെ നമ്പർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ കൃത്യം 9:30 നിന്നെ വിളിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്. അല്ല, അത് ഓടിയാണത്. ഹായ് ശ്രുതി. ഹായ് അരുൺ.
ഞാൻ വരാൻ ലേറ്റായോ? ഇല്ല, ഞാനിപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഓ സാർ. ആ കഴിക്കാൻ ക്യാപ്പച്ചിനോ? 2 ക്യാപ്പച്ചിനോ. ഓക്കെ സാർ. ഞാൻ ശ്രുതി മുന്നേ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാൾ ഡാൻസ് കളിച്ചില്ലേ, ആ ഞാനവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണോ ഈ പ്രപ്പോസൽ വന്നത്? ഏയ് അല്ലല്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എൻ്റെ പപ്പയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. ഉം. പുള്ളിയാണ് ഈ കാര്യം ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഫോട്ടോ കണ്ടപ്പോഴേ താനാണെന്ന് എനിക്ക് മനസ്സിലായി. കൊള്ളാം, ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഓ ആക്ച്വലി ഇതെനിക്കൊരു ബ്ലൈൻഡ് ഡേറ്റ് പോലെയാണ്, ഒരു അറേഞ്ച്ഡ് ബ്ലൈൻഡ് ഡേറ്റ്. ഓ അപ്പം നമ്മൾ ഒരേ അവസ്ഥയുള്ള ആൾക്കാരാണ്. എനിക്കിതൊരു അറേഞ്ച്ഡ് ബ്ലൈൻഡ് ആയിട്ടാണ്. സി അരുൺ, എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. മനസ്സിലാടോ, എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവും. ഏതാടാ അവൻ? അവനെ അങ്ങ് തീർത്താലോ? ഇവനൊന്നും ലോകത്ത് വേറൊരു പെണ്ണിനെയും കിട്ടിയില്ലേ? ശ്ശേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സോ അരുൺ എന്താ ചെയ്യുന്നേ? അങ്കിള് പറഞ്ഞില്ലായിരുന്നോ ഇല്ല. ഞാൻ പോലീസിലാണ്. ഏ? അല്ല, ലോങ് ലീവ് ആയിരുന്നു, ജോയിൻ ചെയ്തില്ല. ആഹാ, ഓക്കെ. എന്തുപറ്റി? പോലീസ് ഇഷ്ടമല്ലേ? ഏയ് അങ്ങനൊന്നും ഇല്ല. എനിക്കിങ്ങനെ ഒരു പ്രപ്പോസൽ ഞാൻ സ്വപ്നത്തിൽ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓ ഐ മീൻ, ഇയാൾക്ക് വേറെ പ്രപ്പോസലൊക്കെ വരുമല്ലോ. ആ, ഇതിനൊരു തീരുമാനമായിട്ട് പോരെ? ഓ ദേ അവളെ നോക്കുന്നു. വാ പോവാം. വാ, പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? വാ 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 വാ. എന്തുപറ്റി? ഏ, കുറെ നാളായിട്ട് ഒരുത്തിന് ഭയങ്കര സ്റ്റോക്കിംഗ് ആണ്. ശ്രുതിക്ക് റിയാക്ട് ചെയ്തൂടെ? എനിക്ക് ഇവരോട് സംസാരിക്കാൻ വയ്യ. ഓ ഞാനിപ്പോൾ വരാം. അല്ല, ചേട്ടാ ഇപ്പം ഇനി എന്താ ചെയ്യണ്ടേ? എനിക്കാണെങ്കിൽ അവളില്ലാതെ പറ്റത്തുമില്ല. നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? എന്താടാ, സ്റ്റോക്കിംഗ് ആണോ? ടോക്കിംഗ് എന്ത്? നീ എന്തിനാടാ പേടിക്കുന്നേ? ഇവനോടൊക്കെ എന്തിനാ സംസാരിക്കാൻ നിൽക്കണേ? ഞങ്ങളുടെ കണ്ണ്, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ നിൽക്കും. താൻ ആരോടോ ചോദിക്കാൻ വെക്കുന്നോടാ പൊന്നം. ചേട്ടാ 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 ഓടാ ചേട്ടാ. ഓടാ. അപ്പോൾ ഇപ്പം മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ ആവോ? പിന്നെ ഇഷ്ടപ്പെടാതെ എൻ്റെ അല്ല സെലക്ഷൻ. അതെ അതെ. മോളെന്തായി? ഇഷ്ടപ്പെട്ടോ പപ്പയുടെ സെലക്ഷൻ? പപ്പ, ഞങ്ങളൊരു ഡിസിഷനിൽ എത്തിയിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം. എന്താടി ഇത്? തന്നേരല്ലേ? നാ അത് ശരി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. ശ്രുതി, എനിക്കിത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ താല്പര്യമില്ല. എനിക്കിതുവരെ തന്നെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ ഈ പ്രപ്പോസൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ശ്രുതിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ടൈം എടുത്ത് പരസ്പരം അറിഞ്ഞ് ഒരു ഡിസിഷനിലെത്താം. ഇനിയല്ല തനിക്ക് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അരുൺ, ഞാൻ ഒരു കല്യാണത്തെ പറ്റി ഇതുവരെയായിട്ട് ചിന്തിച്ചിട്ടില്ല. എന്താ? അതെന്താന്ന് ചോദിച്ചാൽ മേ ബി എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഓ അരുൺ, ആ. എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നു. ആ. ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. ഉം. കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് അവൾ സൂയിസൈഡ് ചെയ്യുന്നത്. ഓ. ലവ് ഫെയിലിയർ ആയിരുന്നു. എനിക്കവളെ നന്നായിട്ടറിയാം. അവൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവളെ നന്നായിട്ട് ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഉം. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാ. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട. എല്ലാവരും ഒരുപോലെ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പറ്റാറില്ല. ഓക്കെ. ശ്രുതിക്ക് നോർമലി പ്രപ്പോസൽസ് ഒന്നും വരാറില്ലേ? ഏ? അല്ല, പ്രപ്പോസൽസ് ഒന്നും വന്നിട്ടില്ലേ? ഉണ്ട്. അവരോടൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഓ. ആദ്യമായിട്ടാണ് ഒരാളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്? ഇല്ല. ഓക്കെ.
ആർക്കും അറിയാത്തൊരു കാര്യം താനിപ്പനോട് പറഞ്ഞില്ലേ? ഉം. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ താനറിയാതെ താൻ ആ ട്രസ്റ്റ് ഇഷ്യൂ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സമയമെടുക്കാം. സമയമെടുത്ത് ആലോചിച്ച് നല്ലൊരു ഡിസിഷനിലേക്ക് പോകാം. അതായത് നമ്മുടെ ഈ അറേഞ്ച്ഡ് ബ്ലൈൻഡ് ഡേറ്റ് നമുക്കൊരു പ്രോപ്പർ ഡേറ്റ് ആക്കി കൂടെ? എനിക്ക് പ്രണയമാണോന്നറിയില്ല, ഇതെങ്ങനെ അവസാനിക്കുമെന്നും അറിയില്ല. എനിക്ക് അവൻ്റെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ചെയ്തു. ഇതുവരെ ഞാൻ ഫീൽ ചെയ്തിട്ടില്ലാത്ത ഒരു കംഫർട്ട് സോൺ.